കെ മുരളീധരന് വടകരയിൽ BJP വോട്ട് നൽകുമെന്നുള്ള വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നുണ്ട്. അങ്ങനെ ഒരു കോലി ബി സഖ്യം അവിടെ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ കൂടി നമ്മളെ തേടിയെത്തുമ്പോൾ വ്യക്തത വരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കെ മുരളീധരന് വോട്ട് നൽകിയാൽ BJPക്ക് അവിടെ എന്ത് ഗുണമാണുള്ളത്? വോട്ട് നൽകിയില്ലെങ്കിലും എന്ത് ഗുണമാണുള്ളത്? അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നുപോയാൽ നമ്മൾ എത്തിപ്പെടുന്നത് ഒരു കാര്യത്തിലായിരിക്കാം. BJP എന്തുകൊണ്ടും കെ മുരളീധരന് വടകരയിൽ വോട്ട് നൽകുക തന്നെ ചെയ്യും. അതിന് വ്യക്തമായ കാരണമുണ്ട്. P ജയരാജനാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. BJPയുടെ കൺകണ്ട ശത്രു. എന്തുകൊണ്ടും ഒതുക്കേണ്ടത് BJPയുടെ ആവശ്യമാണ്. നിരവധി കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് വിരൽ ചൂണ്ടുന്നത് P ജയരാജനിലേക്കായതുകൊണ്ട് തന്നെ BJPക്ക് P ജയരാജനെ അവിടെ തോൽപ്പിക്കേണ്ടത് അത്യാവശ്യ ഘടകമാണ്. അങ്ങനെ നമ്മളൊന്ന് നോക്കിയാൽ 2004 P സതീദേവി 1,30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ മണ്ഡലമാണ് വടകര. അത് കഴിഞ്ഞ് P സതീദേവിയിൽ നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ 50,000-ലധികം വരുന്ന ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയും ചെയ്തു. എന്നാൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ വടകരയിൽ ഒരു LDF തരംഗമുണ്ടാക്കാമെന്നുള്ള CPMന്റെ നീക്കമായിരുന്നു AN ഷംസീറിനെ വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിർത്താനുള്ള കാരണം. എന്നാൽ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ AN ഷംസീർ 3,306 വോട്ടുകൾക്ക് അവിടെ തോൽക്കുകയും ചെയ്തു. വീണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ MP ആയി വരികയും ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വോട്ട് പട്ടികയുണ്ട്, അതായത് ഒരു വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്കുകളിൽ ഒന്നിനും ഗുണമില്ലാത്ത ഒരവസ്ഥയിൽ വെച്ചിരിക്കുന്ന ഒരു വോട്ട് ബാങ്കാണ് BJPയുടേത്. അവിടെ വ്യക്തമായിട്ടുള്ള സ്വാധീനം BJPക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. വ്യക്തമായിട്ടുള്ള വോട്ടുകളുടെ ഒരു വർധനവ് ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു വോട്ട് ബാങ്കിന്റെ വർധനവ് അവർക്ക് അവിടെ ലഭിക്കുന്ന കാര്യത്തിൽ അവർക്ക് തന്നെ സംശയമുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ടുകൾ ഇപ്രാവശ്യം കെ മുരളീധരന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശത്രു അവിടെ ഇല്ലാതെയാകും. അതിലെടുത്ത് പറയേണ്ടത് അവരുടെ വോട്ടുകൾ തന്നെയാണ്. അത് 2014 76,313 വോട്ടുകൾ BJP അവിടെ നേടിയിട്ടുണ്ട്. 2009 ഇത് വലിയ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 40,000 വോട്ടുകൾ മാത്രമായിരുന്നു അവിടെ BJPക്ക് നേടാൻ വേണ്ടി സാധിച്ചത്. 2004 81,901 വോട്ടുകൾ അവിടെ BJP നേടിയിട്ടുണ്ട്. അതായത് ഈ വോട്ടുകൾ നേടിയിട്ടും BJPക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കെ മുരളീധരന് നൽകിയാൽ ശത്രു ഇല്ലാതാവുകയും ചെയ്യും. ചില കണ്ടീഷനുകൾ കോൺഗ്രസിന്റെ അകത്തേക്ക് നിരത്തി കൊടുക്കാനും സാധിക്കും. അന്തർധാര സജീവ രാഷ്ട്രീയം അവിടെ ഉണ്ടാവുകയും ചെയ്യും. പകരം കോൺഗ്രസിന്റെ ഒരു ഉപകാരം BJP പ്രതീക്ഷിക്കുകയും ചെയ്യും. കോൺഗ്രസിന് P ജയരാജനെ തോൽപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ അത്യാവശ്യമാണ് BJPക്കും. രണ്ടുപേരും ഒരേ ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടുപേരുടെയും വോട്ട് ഒന്നായി തീർന്നാൽ P ജയരാജൻ നിഷ്പ്രയാസം അവിടെ തോൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, BJP കെ മുരളീധരന് വടകരയിൽ വോട്ട് മറിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.